ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആംസ്ട്രോങ് നമ്പർ എന്താണ്, ഒരു നമ്പർ എങ്ങനെയാണ് ആംസ്ട്രോങ് നമ്പർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ തിയറി ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഒരു പ്രോഗ്രാം വെച്ച് ഞാൻ അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു ജാവ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ജാവ പ്രൊജക്റ്റ് മൈ നമ്പർ എന്ന് കൊടുക്കാം, നെക്സ്റ്റ് കൊടുക്കാം. ഇനി ഇതിനകത്ത് ഞാൻ പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ആംസ്ട്രോങ് എന്ന് കൊടുക്കാം, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ആംസ്ട്രോങ് നമ്പറിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സപ്പോസ് ഞാനൊരു നമ്പർ കൊടുക്കുകയാണ്, 153 ഒരു നമ്പർ ഞാൻ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനകത്ത് ഡിജിറ്റുകൾ നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യണം. ഇതിനകത്ത് ഇപ്പോൾ ഏതൊക്കെ ഡിജിറ്റ് ഉണ്ട്? 1 ഉണ്ട് അല്ലേ, 5 ഉണ്ട്, 3 ഉണ്ട്, ശരിയല്ലേ? ഇനി ഇതിനകത്ത് എത്ര ഡിജിറ്റുകൾ ഉണ്ടെന്ന് നോക്കണം. ഡിജിറ്റുകളെ നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്തു, ഇനി എത്ര ഡിജിറ്റ് ഉണ്ട്? 3 ഡിജിറ്റ് നമ്പറാണ് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ എക്സ്ട്രാക്ട് ചെയ്ത ഓരോ ഡിജിറ്റിൻ്റെയും പവറായിട്ട് 3 എഴുതുക. അതായത് ഡിജിറ്റുകളുടെ എണ്ണം എത്ര ആണോ അത് പവറായിട്ട് എഴുതുക. ഇപ്പം ഇതിനകത്ത് 3 ഡിജിറ്റ് ഉള്ളത് കൊണ്ട് 1⁻3 എന്ന് നമ്മൾ എഴുതുക. 1⁻3 എന്ന് വെച്ചാൽ എത്രയാണ്? 1 × 1 × 1 അല്ലേ. 1നെ 3 ടൈംസ് എഴുതുന്നല്ലേ 1⁻3. ഇനി നെക്സ്റ്റ് 5ന്റെ പവറായിട്ടും 3 എഴുതുക. അപ്പം എത്രയാണ്? 5 × 5 × 5 എന്ന് വരും, ശരിയല്ലേ? ഇനി നെക്സ്റ്റ് 3യുടെ പവറായിട്ട് 3 എഴുതുക. അപ്പം 3 × 3 × 3 എന്ന് വരും, ശരിയല്ലേ? ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇത് തമ്മിൽ ആഡ് ചെയ്യണം. ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്ന, നമ്മൾ ഈ ഇൻപുട്ട് ചെയ്ത നമ്പറിന് ഈക്വൽ ആണെങ്കിൽ അതിനാണ് ആംസ്ട്രോങ് നമ്പർ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ഒരു ആംസ്ട്രോങ് നമ്പർ ആണ്. ഓക്കെ, ഇതിപ്പോൾ എത്ര കിട്ടും? 1 × 1 × 1 ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും അല്ലേ. പിന്നെ 5 × 5 × 5 ചെയ്യുമ്പോൾ നമുക്ക് 125 കിട്ടും. പിന്നെ 3⁻3 ചെയ്യുമ്പോൾ നമുക്ക് 27 കിട്ടും. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 153 കിട്ടും. അപ്പോൾ അത് തന്നെയല്ലേ നമ്മൾ ഇൻപുട്ട് ചെയ്ത നമ്പറും. അപ്പോൾ ആ നമ്പർ ആംസ്ട്രോങ് ആണ്. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്പേഴ്സ് ഓരോന്ന് എക്സ്ട്രാക്ട് ചെയ്ത് എഴുതുക. എന്നിട്ട് എത്ര ഡിജിറ്റുകളുണ്ടോ, ഡിജിറ്റിൻ്റെ എണ്ണം എത്ര ആണോ അത് അതിൻ്റെ പവറായിട്ട് എഴുതുക. എന്നിട്ട് ആ ഡിജിറ്റുകളെ തമ്മിൽ കൂട്ടുക. എഴുതിയിട്ട് ആ കിട്ടിയ റിസൾട്ടിനെ തമ്മിൽ കൂട്ടുക. അത് നമ്മൾ ഇൻപുട്ട് ചെയ്ത നമ്പറിന് ഈക്വൽ ആണെങ്കിൽ അതൊരു ആംസ്ട്രോങ് നമ്പർ ആണ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 2 ഡിജിറ്റ് ആയിട്ടുള്ള ആംസ്ട്രോങ് നമ്പേഴ്സ് ഒന്നുമില്ല. ഇനിയിപ്പോൾ ഞാനൊരു 4 ഡിജിറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 4 ഡിജിറ്റ് ഒരു ആംസ്ട്രോങ് നമ്പറിന് എക്സാമ്പിളാണ് 1634. അപ്പോൾ ഇതിൻ്റെ ഡിജിറ്റുകൾ ഏതൊക്കെയാണ്? നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 1 വരും അല്ലേ, 1 വരും, 6 വരും, പിന്നെ 3 വരും, 4 വരും, ശരിയല്ലേ? ഇനി ഇതിനകത്ത് എത്ര ഡിജിറ്റ് ഉണ്ട്? 4 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് 1⁻4 എന്നാണ്. അപ്പോൾ 1 × 1 × 1 × 1. ഓക്കെ, ഇനി 6 നമ്മൾ എങ്ങനെ എഴുതും? 6⁻4 എന്ന് പറയുമ്പോൾ 6 × 6 × 6 × 6, ശരിയല്ലേ? ഇനി 3യുടെ എങ്ങനെ എഴുതും? 3 × 3 × 3 × 3. ഇനി 4ഉം അതുപോലെ തന്നെ എഴുതുക. 4⁴ എന്ന് പറയുമ്പോൾ 4 × 4 × 4 × 4, ശരിയല്ലേ? ഇനി ഇത് തമ്മിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ചെയ്ത നമ്പർ തന്നെയാണോ അതിന് റിസൾട്ട് കിട്ടുന്നതെന്ന് നോക്കുക. അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുമെന്ന് വെച്ചാൽ 1⁻4 എന്ന് പറയുമ്പോൾ എത്രയാണ്? 1 ആണ്, ശരിയല്ലേ? 1. 6⁻4 എന്ന് പറയുമ്പോൾ 1296 വരും. ഇനി 3⁻4 എന്ന് പറയുമ്പോൾ 81 കിട്ടും. പിന്നെ 4⁻4 എന്ന് പറയുമ്പോൾ 256 കിട്ടും. അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1634 തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ ഇൻപുട്ട് ചെയ്ത നമ്പറിന് ഈക്വൽ അല്ലേ? ആണല്ലോ. അപ്പോൾ ഇതാണ് ആംസ്ട്രോങ് നമ്പറിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. അപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം എന്താണ്, നമ്മൾ യൂസറുടെ കയ്യിൽ നിന്നൊരു ഇൻപുട്ട് വാങ്ങിക്കണം. അപ്പോൾ എൻ്റർ എ നമ്പർ എന്ന് കൊടുക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സ്കാനർ ക്ലാസ് വെച്ച് അതിനെ വാങ്ങിക്കണം അല്ലേ. അപ്പോൾ സ്കാൻ ഈക്വൽ ടു ന്യൂ സ്കാനർ system.in കൊടുക്കുക. എന്നിട്ട് നമ്മുടെ നമ്പറിനെ വാങ്ങിക്കുക. int num ഈക്വൽ ടു സ്കാൻ ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ്. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ നമ്പറിനെ വാങ്ങിച്ചു. അപ്പം നമ്മുടെ
സപ്പോസ് നമ്പർ എന്ന് പറയുന്നത് 153 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇപ്പോൾ നമ്പർ എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് 153 ഉണ്ടല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യുക, ഇത് എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ഇതിൻ്റെ ഡിജിറ്റിൻ്റെ എണ്ണം എത്ര ആണെന്ന് നമ്മൾ എഴുതി മാറ്റി വെക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അവസാനം ഈ നമ്പറുമായിട്ട് ഈക്വൽ ആണോ എന്ന് നോക്കണമല്ലോ അല്ലേ. അപ്പോൾ ആ നമ്പറിനെ അതുകൊണ്ട് അവിടെ തന്നെ ഇട്ടേക്കുക. എന്നിട്ട് വേറൊരു ടെമ്പ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ, ഒരു ടെമ്പററി വേരിയബിളിനകത്തോട്ട് മാറ്റുക. എന്നിട്ട് നമ്മൾ ഇനി ടെമ്പററി വേരിയബിളിനെ പാസ് ചെയ്താൽ മതി. കാരണം എന്താ, അവസാനം വരെ നമുക്ക് ഈ നമ്പർ അതുപോലെ തന്നെ വേണം അല്ലേ. എന്നിട്ട് നമ്മൾ കണ്ടീഷൻ കൊടുക്കുകയാണ്, വൈൽ ടെമ്പ് ഗ്രേറ്റർ ദാൻ 0 ആവുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പറിൽ നിന്ന് ഓരോ ഡിജിറ്റിനെ എക്സ്ട്രാക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുകയാണ് ടെമ്പററി വേരിയബിൾ ഈക്വൽ ടു temp/10 കൊടുക്കുകയാണ്. അപ്പൊ 10 കൊണ്ട് ഓരോ തവണ ഡിവൈഡ് ചെയ്യുമ്പോഴും ലാസ്റ്റ് ഡിജിറ്റ് റിമൂവ് ആവും, ശരിയല്ലേ. ലാസ്റ്റ് ഡിജിറ്റ് റിമൂവ് ആയിട്ട് ബാക്കിയേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ ഓരോ തവണ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും ഒരു വേരിയബിൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഡിജിറ്റ്സ് എന്ന് പറഞ്ഞ ഒരെണ്ണം ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കുക. ഡിജിറ്റ്സ് എന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഡിജിറ്റുകളുടെ എണ്ണം എത്ര ഉണ്ടെന്ന് എടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ ഡിജിറ്റ്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യുകയാണ്, ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. എന്നിട്ട് ഓരോ തവണ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴും ഈ ഡിജിറ്റ്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ഇൻക്രിമെന്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഡിജിറ്റ്സ് ഒന്ന് സിസ് ഔട്ട് ചെയ്ത് നോക്കാം, ഇതിപ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന്. അപ്പൊ സിസ് ഔട്ട് ഡിജിറ്റ്സ് എന്ന് കൊടുത്താൽ മതി. ഇപ്പൊ നമ്മൾ ഇത് റൺ ചെയ്യുമ്പോൾ ഞാൻ കൊടുക്കുകയാണ് 1 2 3 4 5, വെറുതെ ഒരു നമ്പർ കൊടുക്കുകയാണ്. അപ്പൊ അതായത് ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ട്, 5. ഓക്കെ, അപ്പൊ ഇപ്പൊ ഡിജിറ്റിന്റെ എണ്ണം നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടി, ശരിയല്ലേ. അപ്പൊ ഡിജിറ്റിനെ കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മൾ എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് കിട്ടി. ഇനി ഓരോ ഡിജിറ്റിനെയും നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഈ ഡിജിറ്റ് എത്ര എണ്ണം ഉണ്ടോ അതിന്റെ പവറായിട്ട് എഴുതണം അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്പറിനകത്ത് ഓരോ ഡിജിറ്റ് എക്സ്ട്രാക്ട് ചെയ്യണം. അപ്പൊ ഈ ലൂപ്പ് കഴിയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും ഈ ടെമ്പററി വേരിയബിളിനകത്തോട്ട് ഈ നമ്പറിനെ അസൈൻ ചെയ്ത് കൊടുക്കണം. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് ഈ ടെമ്പററി വേരിയബിളിന്റെ വാല്യൂ ചേഞ്ച് ആയിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇനിയും അത് പഴയ നമ്പറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം, എന്നാലല്ലേ വീണ്ടും നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റൂ. ഇപ്പൊ ഇത് ജസ്റ്റ് കളഞ്ഞേക്കാം, ഇതിന്റെ ആവശ്യമില്ലല്ലോ, കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് അറിയാനാണ്. അപ്പോൾ ടെമ്പററി വേരിയബിളിന്റെ വാല്യൂ ചേഞ്ച് ആയിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് വീണ്ടും നമ്മുടെ ആ നമ്പർ എടുത്ത് ഈ ടെമ്പററി വേരിയബിളിലൊന്ന് ഈ വൈൽ ലൂപ്പ് കഴിയുമ്പോൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ വീണ്ടും ഈ വൈൽ എഴുതാണ്, എന്തിനാണ്, ഡിജിറ്റുകൾ ഓരോന്നായിട്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ. ഓക്കെ, വൈൽ ടെമ്പ് ഗ്രേറ്റർ ദാൻ 0 കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ലാസ്റ്റ് ഡിജിറ്റ് എക്സ്ട്രാക്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ മുമ്പേ പറഞ്ഞു ലാസ്റ്റ് ഡിജിറ്റ് എക്സ്ട്രാക്ട് ചെയ്യാൻ നമ്മൾ എപ്പോഴും റിമൈൻഡർ ആണ് എടുക്കേണ്ടത്. റിമൈൻഡർ എടുക്കണമെങ്കിൽ ഏത് നമ്പറിനെയും 10 കൊണ്ട് നമ്മൾ മോഡ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു വേരിയബിൾ ലാസ്റ്റ് ഡിജിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വേരിയബിൾ കൊടുക്കുകയാണ്, ലാസ്റ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് ടെമ്പ് മോഡ് 10 ചെയ്യാം, മനസ്സിലായോ. ഇപ്പൊ നമ്മൾ 153 മോഡ് 10 എന്നാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 3 എക്സ്ട്രാക്ട് ആയിട്ട് നമ്മുടെ ഈ ലാസ്റ്റ് കാണും. ഇപ്പൊ ഞാൻ ഈ ലാസ്റ്റ് ഇനിഷ്യലൈസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് എറർ വരുന്നത്. അപ്പൊ ഞാൻ ലാസ്റ്റ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്കിപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് കിട്ടി. ഇപ്പൊ 153 ആണെങ്കിൽ 3 ഇതിനകത്ത് കാണും ആദ്യത്തെ ഇറ്ററേഷൻ ആകുമ്പോൾ. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എക്സ്ട്രാക്ട് ചെയ്തല്ലോ, ഇനി അടുത്ത ഇറ്ററേഷൻ വരുമ്പോൾ ഇപ്പോൾ 153 ആണ് നമ്മുടെ ഇൻപുട്ട് എങ്കിൽ ഇനി 15 എന്നുള്ളത് 15 എന്നുള്ളത് ഇനി പാസ് ചെയ്താൽ മതി, എന്നാലല്ലേ ലാസ്റ്റ് ഡിജിറ്റ് 5 എക്സ്ട്രാക്ട് ആവത്തുള്ളൂ. അപ്പൊ ഇത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ജസ്റ്റ് ടെമ്പററി വേരിയബിൾ എന്ന് പറയുന്നത് temp/10 ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക അല്ലേ. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റിനെ എടുത്തു, ഇനി പുതിയ നമ്പർ എന്ന് പറയുന്നത് 15 ആയിരിക്കും. വീണ്ടും 15നകത്തെ ലാസ്റ്റ് ഡിജിറ്റ് 5നെ എടുത്തു കഴിയുമ്പോൾ നമ്മൾ ബൈ 10 ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് 1 കിട്ടും. ഇങ്ങനെയാണ് ഓരോ ഡിജിറ്റിനെ ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോ നമുക്ക് ലാസ്റ്റ് ഡിജിറ്റിനെ കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മൾ മോഡ് ചെയ്യണമല്ലോ. അപ്പൊ ഞാൻ മുകളത്തെ എക്സാമ്പിൾ കാണിച്ചു, ഡിജിറ്റിന്റെ എണ്ണം എത്ര ആണെന്ന് കിട്ടി. ഓക്കെ, ഇപ്പൊ നമുക്കിപ്പോ ഈ 153 ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 3 കിട്ടി. ഇനി 3യെ നമ്പർ ഓഫ് ഡിജിറ്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ, അതിന്റെ പവർ ആയിട്ട് എഴുതണം. അതായത് 3 പവർ 3 എന്നുള്ളത് നമ്മൾ എങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ അതിന് ഇതിനകത്തൊരു ഫംഗ്ഷൻ ഉണ്ട്, math.power. ഓക്കെ, math.power എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ എന്താണ്, ലാസ്റ്റിനകത്തല്ലേ നമ്മുടെ 3 എന്നുള്ള വാല്യൂ ഉള്ളത്. ഇത് ഇവിടെ ടെമ്പ് അല്ല നമ്മൾ കൊടുക്കേണ്ടത്, ഡിജിറ്റ്സ് എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇപ്പൊ 3 പവർ 3 എന്നുള്ളത് ഇതിനകത്ത് വന്നു കഴിഞ്ഞു. ഇപ്പോൾ
3 ഇപ്പോൾ 153 ആണ് കൊടുക്കുന്നതെങ്കിൽ 3 പവർ 3 എന്നുള്ള വാല്യൂ ആണ് ഉള്ളത്. ഇനി എന്താ വേണ്ടത്? ഓരോ തവണ ഇങ്ങനെ പവർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴും നമ്മുടെ റിസൾട്ട് ആഡ് ചെയ്ത് കൊടുക്കണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു വേരിയബിൾ കൊടുക്കുകയാണ്. സം എന്നൊരു വേരിയബിൾ കൊടുക്കുകയാണ്. സം ഈക്വൽ ടു സം പ്ലസ് മാത്ത് ഡോട്ട് പവർ ഓഫ് ലാസ്റ്റ് കോമ ഡിജിറ്റ്സ്. ഇപ്പോൾ സം ഞാൻ ഇനിഷ്യലൈസ് ചെയ്തിട്ടില്ല, അപ്പോൾ സോറി, ലോക്കൽ വേരിയബിൾ അല്ല. ഞാൻ ഇവിടെ വന്നിട്ട് സം ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഇങ്ങോട്ട് വരികയാണ്. ഇവിടെ ഇപ്പോൾ ഇൻഡായിട്ട് കാസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. അത് ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നമുക്ക് സം കിട്ടി. ഇനി നമുക്ക് സം കിട്ടിയല്ലോ. ഇതിപ്പം നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിജിറ്റ്സ് വരെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് ഐട്രേഷൻ ആകുമ്പോൾ ഫസ്റ്റ് ഐട്രേഷനിൽ 153 പാസ്സാകുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 3 വരും. ഇനി temp ഈക്വൽ ടു 10/10 കൊടുക്കുമ്പോൾ ഇവിടുത്തെ വാല്യൂ 15 ആയിരിക്കും. ഓക്കെ, എന്നിട്ട് അത് ഇങ്ങോട്ട് പാസ്സാവും. അപ്പോൾ 3 എന്നായിരിക്കും ഇവിടെ വരുന്നത്. കാരണം എത്രയാണ്? ഡിജിറ്റിന്റെ എണ്ണം 3 അല്ലേ? അപ്പോൾ 3 എന്നുള്ള വാല്യൂ സമ്മിൽ സ്റ്റോർ ആവും. എന്നിട്ട് അടുത്ത ഐട്രേഷൻ വരുമ്പോൾ ഇവിടെ 15 എന്നുള്ള വാല്യൂ അല്ലേ പുതിയതായിട്ടുള്ളത്. അപ്പോൾ 15 ഗ്രേറ്റർ ദാൻ 0 ആണോ നോക്കുകയാണ്. എന്നിട്ട് 15 മോഡ് 10 ചെയ്യും. അപ്പോൾ നമുക്ക് 5 കിട്ടും. ഓക്കെ, എന്നിട്ട് ഇത് ബൈ 10 ചെയ്യുമ്പോൾ ഇവിടെ 1 വരും. അപ്പോൾ അങ്ങനെ ഓരോ ഐട്രേഷൻ കഴിയുമ്പോഴും ഇതിനകത്ത് കിടക്കുന്ന വാല്യൂവിൻ്റെ കൂടെ ആ പവർ ചെയ്ത വാല്യൂ കൂടെ സം ആവും. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ സമ്മിനകത്തുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇഫ് സം എന്നുള്ള വാല്യൂ ഈക്വൽ ടു നം ആണെങ്കിൽ നമ്മൾ കൊടുക്കുക ഇതൊരു ആംസ്ട്രോങ് നമ്പറാണ്. ശരിയല്ലേ? ആംസ്ട്രോങ് നമ്പർ, അതായത് ഞാൻ മുമ്പേ പറഞ്ഞു ഞാനൊരു വേരിയബിളിനകത്തോട്ട് ഇപ്പം എന്തിനാ മാറ്റിയെന്ന് മനസ്സിലായില്ലേ? ടെമ്പററി വേരിയബിൾ എന്നുള്ളത്. നമുക്ക് അതുപോലെ തന്നെ വേണം, ഒരു ചേഞ്ചും ഇല്ലാതെ. അപ്പം നമുക്ക് അവസാനം ഇപ്പം സമ്മ് കിട്ടി. ആ സമ്മ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് ചെയ്ത നമ്പർ നമ്മിന് ഈക്വൽ ആണെങ്കിൽ ആംസ്ട്രോങ് ആണ്. എൽസ് കണ്ടീഷൻ നമുക്ക് കൊടുക്കാം, നോട്ട് ആംസ്ട്രോങ് നമ്പർ. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്യിച്ച് നോക്കാം ഇതെങ്ങനെ കിട്ടുമെന്ന്. അപ്പം നമുക്ക് റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ കൊടുക്കാം. എൻ്റർ ദ നമ്പർ നമുക്ക് 153 തന്നെ കൊടുക്കാം. ആംസ്ട്രോങ് നമ്പറാണ്. ഓക്കെ, ഇനി ഒന്നുകൂടെ റൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാനൊരു 4 ഡിജിറ്റ് നമ്പർ കൊടുത്തല്ലോ, 1634 കൊടുക്കാം. അതും ആംസ്ട്രോങ് നമ്പറാണ്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 1 തൊട്ട് 9 വരെയുള്ള എല്ലാ നമ്പറും ആംസ്ട്രോങ് ആണ്. അതായത് 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് ആംസ്ട്രോങ് ആണ്. അതെന്തുകൊണ്ടാണ്? അപ്പോൾ അതാ ഇവിടെ എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഇപ്പോൾ സപ്പോസ് 1 തൊട്ട് 9 വരെ എന്നല്ലേ പറഞ്ഞത്. ഞാനിപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണ്. 8 ഡിജിറ്റിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തു. അപ്പോൾ എത്രയാണ്? 8 മാത്രമേ ഉള്ളൂ. 8 എന്ന് പറയുന്നത് എത്ര ഡിജിറ്റ് നമ്പറാണ്? 1 ഡിജിറ്റ്. അപ്പോൾ 8 raised to 1 എന്ന് പറയുന്നത് 8 തന്നെയല്ലേ? ശരിയല്ലേ? അപ്പോൾ 1 തൊട്ട് 9 വരെയുള്ള എല്ലാ നമ്പേഴ്സും, അതായത് അതിന്റെ പവർ അതൊരു 1 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പോൾ അതുകൊണ്ട് അത് raised to 1 എന്ന് പറയുമ്പോൾ ആ നമ്പർ തന്നെയല്ലേ കിട്ടുന്നത്. ഇപ്പൊ കാണിച്ചു തരാം. അപ്പൊ ഞാൻ 6 കൊടുക്കുകയാണ് ആംസ്ട്രോങ് നമ്പർ. ഇനി ഇതല്ലാത്ത ഒരു കേസ് ഞാൻ കൊടുക്കാം, 1 2 3 4 5 നോട്ട് ആംസ്ട്രോങ് നമ്പർ. അപ്പൊ ഇത്രയേ ഉള്ളൂ ആംസ്ട്രോങ് നമ്പർ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.